ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സയ്യിദുൽ ബഷർ 53-ാമത്തെ വീഡിയോ ആണ് ഇൻഷാ അല്ലാഹ് കാണാൻ പോകുന്നത്. ഇസ്രാ മിഅ്റാജ് ആണ് ഇതിലെ പരാമർശ വിഷയം. ഇൻഷാ അല്ലാഹ് കിതാബിന്റെ ഉദ്ധരണിയോടുകൂടെ നമുക്ക് ചർച്ച ചെയ്യാം. അൽ ഇസ്റാഉ ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ഇസ്റാ. അതിലെ ഖുർആൻ ആയത്താണ് ഖാല തആല സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അല്ലാഹുവിന്റെ പരിശുദ്ധി വളരെ മഹാത്മ്യമുള്ളത് തന്നെ. അല്ലാഹു ഒരു രാത്രിയിൽ അവന്റെ അടിമയായ നിബിതങ്ങളെ ഇസ്രാ നടത്തിയിരിക്കുന്നു മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. അല്ലദീ ബാറക്നാ ഹൗലഹു, ആ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും ബറക്കത്ത് ചെയ്തിരിക്കുന്നു എന്നത് അതിന്റെ സവിശേഷതയാണ്. ലിനുരിയഹു മിൻ ആയാതിന, ആ യാത്ര നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ആ നിബിതങ്ങൾക്ക് കാണിക്കാനുള്ളതാണ്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അല്ലാഹു സമീഉൻ ബസീറുമാണ് തീർച്ചയായും. ഫബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നായിമുൻ, നബിതങ്ങള് ഉറങ്ങുകയായിരിക്കെ ഫീ തിൽക്കൽ ലൈലത്തി, ആ രാത്രിയിൽ, ഇത് അതാഹു ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. ഫശഖ്ഖ സദ്റഹു ഫഗസലഹു ബിമാഇ സംസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നു. സംസം വെള്ളം കൊണ്ട് അത് കഴുകി വൃത്തിയാക്കുന്നു. തുമ്മ അതുബഖഹു, പിന്നെ പൂർവ്വസ്ഥിതിയിലേക്കാക്കുന്നു. തുമ്മ അർക്കബഹു അലൽ ബുറാഖ്, എന്നിട്ട് ബുറാഖില് കയറ്റുന്നു. ബഹുവ ദാബത്തുൻ, ബുറാഖ് എന്നത് ദാബത്തുൻ അബിയദു, ഒരു വെളുത്ത മൃഗമാണ്. ത്വവീലുൻ ഫൗഖൽ ഹിമാരി, കഴുതയേക്കാൾ അല്പക്കൂടെ നീളമുള്ളതും. വദൂനൽ ബഗ്ലി, കഴുതയേക്കാൾ, കോവർ കഴുതയേക്കാൾ അല്പം താഴെയുള്ളതും. യദഉ ഹാഫിറഹു ഇന്ദ മുൻതഹാ തുറഫിഹി, ഒരു കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്നതിന്റെ അറ്റം അത്രയും ദൂരത്തേക്ക് അതിന്റെ ഒരു കുളമ്പടി അത് എടുത്തു വെക്കും. ഫഅതാബിഹി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖ് കൊണ്ടുവന്നു. ബൈത്തുൽ മഖ്ദിസ്, ഫഅതാബിഹി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഇതുങ്ങളെ കൊണ്ടുപോയി ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി. വഖദ് റഅൽ ആയാതി ബൈനസ് സമാഇ വൽ അർദ്, ആകാശത്തിലും ഭൂമിക്കുമിടെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ നിബിതങ്ങൾ കണ്ടിരിക്കുകയാണ്. ഫറബത്തൽ ബുറാഖ ബിൽ ഹൽഖത്തില്ലത്തി യർബിതു ബിഹൽ അംബിയാ, അംബിയാക്കളൊക്കെ ബന്ധിപ്പിക്കാറുള്ള ആ ഒരു ഹൽഖൈ, ആ ഒരു വട്ടക്കണ്ണിയിൽ ബുറാഖിനെ ബന്ധിപ്പിക്കുന്നു. ഫവജദ ഫീഹി ഇബ്രാഹീമ വ മൂസ വ ഈസ, ഇബ്രാഹിം, മൂസ, ഈസ അലൈഹിമുസ്സലാം, ഈ പ്രവാചകന്മാരെയൊക്കെ അവിടെ വെച്ച് കാണുന്നു. ഫീ നഫരിൻ മിനൽ അംബിയാ അലൈഹി സ്വലാത്തു വസ്സലാം, അംബിയാക്കളുടെ ഒരു കൂട്ടത്തിൽ. ഫഅമ്മഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ അവർക്ക് ഇമാമത്ത് നിസ്കരിക്കും. അവർക്ക് നേതൃത്വം നൽകി നിസ്കരിക്കുന്നു. ഫജാഅഹു ജിബ്രീൽ അലൈഹിസ്സലാം, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം നബിതങ്ങൾക്ക് കൊണ്ടുകൊടുക്കുന്നു. ബി ഇനാഇൻ, ഒരു പാത്രം. മിൻ ഖംദിൻ വ ഇനാഇൻ മിൻ ലബനിൻ, ഒരു പാത്രം കള്ളും ഒരു പാത്രം പാലും. ഫഖ്താറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ലബന, നബിതങ്ങൾ പാല് തിരഞ്ഞെടുക്കുന്നു. ഫഖാല ഇഖ്തർതൽ ഫിത്ര, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ശുദ്ധ പ്രകൃതിയെ നിങ്ങളെ ഉമ്മത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. ഉമ്മുഹാനി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരന്റെ മകള് കൂടിയാണ് ഉമ്മുഹാനി. ഉമ്മുഹാനി പിന്നീട് മക്കം ഫതഹിന്റെ അന്നാണ് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നത്. ഹൃദയ ശസ്ത്രക്രിയ നടന്നത് ഒന്നിലധികം തവണയുണ്ട്. അതിൽ ഒന്ന് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ മുലകുടിക്കുന്ന പ്രായത്തിലും, മറ്റൊന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഹിറാ ഗുഹയിൽ വഹി കൊണ്ടുവന്ന സമയത്തും, മറ്റൊന്ന് ഇസ്രാഇന്റെ സമയത്തും, മറ്റൊന്ന് അബ്ദുൽ മുത്തലിബുമായി ബന്ധപ്പെട്ട് 10 വയസ്സുള്ള സമയത്തുമാണ് എന്ന് കാണാം. അതുപോലെ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചതിനെ കുറിച്ച് 2 അഭിപ്രായം കാണാം. ആകാശയാത്ര കഴിഞ്ഞതിന് ശേഷമാണെന്നും അതിന് മുമ്പാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം.
ഇതുപോലെ പാത്രം കൊണ്ടുവന്നതിനെ കുറിച്ചും ഇതുപോലെ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാം. ഏതായാലും ആ സംഭവങ്ങൾ എല്ലാം ഒരു ചരിത്ര പ്രസിദ്ധമാണ്. അതോടൊപ്പം അതൊരു വലിയ ഒരു ഒരു സമുദായത്തിന്റെ ചരിത്രത്തിന്റെ ഗതി നിർണയിക്കുന്ന സൂചകങ്ങൾ കൂടിയായിരുന്നു ഇതിലെ ഈ സംഭവ വികാസങ്ങളെല്ലാം. ഇസ്രാ മിറാജിന്റെ ആ ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ചരിത്രങ്ങൾ കേൾക്കുകയും സുഹൃത്തുക്കൾക്കൊക്കെ കേൾപ്പിക്കുകയും ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതുപോലെ മറ്റുള്ള ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന, ഇതിനോട് താല്പര്യമുള്ളെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്.